എല്ലാവർക്കും സ്പോർട്സ് സ്റ്റാറിന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ 15 ജർമ്മനിയിൽ തുടങ്ങുന്ന യൂറോ 2024 മത്സരത്തെക്കുറിച്ചാണ്. ആദ്യമേ നമുക്ക് ടൂർണമെന്റിൽ ജയിക്കാൻ സാധ്യതയുള്ള ടീംസിനെ നോക്കാം. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസ് ആണ് ഒരു ടീം. 2018 ഫിഫ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം യൂറോ 2020 റൗണ്ട് ഓഫ് 16 സ്വിറ്റ്സർലൻഡിനെതിരെ പുറത്തായി. അതിനുശേഷം 2022 ഫിഫ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയുമായി ഫൈനലിൽ തോറ്റു. ഇതിന്റെ എല്ലാം പക വീട്ടാനായിരിക്കും ഡിഡിയർ ഡഷാംപും പുള്ളിയുടെ പ്ലെയേഴ്സും ടൂർണമെന്റിലേക്ക് വരുന്നത്. ഈ ഇടയിൽ റിയൽ മാഡ്രിഡിലേക്ക് നീങ്ങിയ കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഈ ടീം ഗ്രൂപ്പ് ഡിയിൽ പോളണ്ടും ഓസ്ട്രേലിയയും നെതർലൻഡ്സുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 1984 2000 യൂറോസ് ജയിച്ചിട്ടുള്ള ഫ്രാൻസ് ഡിഡിയർ ഡഷാംസിന്റെ 12 വർഷമായിട്ടുള്ള നേതൃത്വത്തിൽ ഇതുവരെ യൂറോസ് ജയിച്ചിട്ടില്ല. ഇത് വളരെ നല്ലൊരു അവസരമാകും. പക്ഷെ ഈ ടീമിലുള്ള ഇഞ്ചുറീസ് അതിനൊരു തടസ്സമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അടുത്തതായി ഈ ടൂർണമെന്റ് ജയിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റ് ആയ ഇംഗ്ലണ്ടാണ്. ഗാരറ്റ് സൗത്ത്ഗേറ്റിന്റെ അവസാനത്തെ അവസരമായിരിക്കാം ഇത് ഈ ഒരു യങ് ടീമിനെയും വെച്ചിട്ട് ഒരു ട്രോഫി ജയിക്കാൻ. അതുകൊണ്ടായിരിക്കാം ജാക്ക് ഗ്രീലിഷ്, മാർക്കസ് റാഷ്ഫോർഡ്, ഹാരി മഗ്വയർ എന്നീ പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള തീരുമാനം സൗത്ത്ഗേറ്റ് എടുത്തത്. അതിനു പകരം യങ് പ്ലെയേഴ്സ് ആയ കോബി മൈനു, ആഡം വാട്ടൺ, കോൾ പാമർ, യുഎഫ ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയ ജൂഡ് ബെല്ലിംഗം എന്നിവരായിരിക്കും ഗാരറ്റ് സൗത്ത്ഗേറ്റിന്റെ ടീമിനെ നയിക്കുന്നത്. അടുത്തതായി ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സ്പെയിനിനാണ്. 2008 2012 ബാക്ക് ടു ബാക്ക് ടൂർണമെന്റ്സ് ജയിച്ച സ്പെയിൻ അതിനുശേഷം യൂറോ ഫൈനലിൽ ഇതുവരെ എത്തിയിട്ടില്ല. പുതിയ മാനേജറായ ലൂയിസ് ഡെല ഫുവന്റയുടെ അടിയിൽ സ്പെയിൻ ഇപ്പോൾ യുഎഫ നേഷൻസ് ലീഗ് വിന്നേഴ്സ് ആണ്. അവർ ആ ഒരു മൊമെന്റം ഈ ടൂർണമെന്റിലേക്ക് കൊണ്ടുവരാനായിരിക്കും നോക്കുന്നത്. FC ബാർസലോണയുടെ 16-കാരനായ ലമീൻ യമാൽ ആയിരിക്കും സ്പെയിനിന്റെ അറ്റാക്ക് ഈ ടൂർണമെന്റിൽ നയിക്കുന്നത്. അവനോടൊപ്പം ക്യാപ്റ്റൻ ആൽവാറോ മൊറാട്ടയും ഫെറാൻ ടോറേസും ഉണ്ടാവും. മിഡ്ഫീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി ആയിരിക്കും നയിക്കുന്നത്. യൂറോ 2024 ഇരുണ്ട കുതിരയായി ഉയരാൻ സാധ്യതയുള്ള ഒരു ടീമാണ് യുക്രൈൻ. സ്പാനിഷ് ലീഗിൽ ടോപ്പ് സ്കോററായ ആർടെം ഡോബിക്കും പ്രീമിയർ ലീഗ് പ്ലെയേഴ്സ് ആയ ഒലക്സാണ്ടർ സിൻചെങ്കോ, മിക്കാലോ മുഡ്രിക്, റിയൽ മാഡ്രിഡിന്റെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയ ആൻഡ്രെ ലൂണിൻ എന്നിവർ യുക്രൈൻ ടീമിനെ ശക്തരാക്കുന്നു. ഇതിനു മുമ്പുള്ള ക്വാളിഫയിങ് ടൂർണമെന്റിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് സ്പോട്ട് നേടാതെ യുക്രൈൻ ഐസ്ലൻഡിനെ പ്ലേ ഓഫ് മാച്ചിൽ തോൽപ്പിച്ചിട്ടാണ് യൂറോ 2024 ഒരു സ്പോട്ട് നേടിയത്. ഇത്രയും വലിയൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. 14 ഗോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് യൂറോ ചരിത്രത്തിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തിൽ നിൽക്കുന്നത്. ചരിത്രം കുറിക്കുന്ന 6ാമത്തെ ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് പുള്ളിയുടെ അവസാനത്തെ ടൂർണമെന്റ് ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയറിയാം. ഇത്രയും താരങ്ങൾ കളിക്കുന്ന ഈ ടൂർണമെന്റിൽ ഇവിടെ എത്താൻ പറ്റാത്ത പല വലിയ പേരുകളുമുണ്ട്. ഉദാഹരണത്തിന് എർലിംഗ് ഹാലൻഡും പുള്ളിയുടെ ടീമായ നോർവേയും ഈ ടൂർണമെന്റിൽ ക്വാളിഫൈ പോലും ചെയ്തില്ല. അവർ അവരുടെ ക്വാളിഫയിങ് ഗ്രൂപ്പിൽ സ്പെയിനും സ്കോട്ട്ലൻഡിനും പിന്നാലെ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. വേറെ ഒരു ഉദാഹരണമാണ് സ്വീഡൻ. പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലക്സാണ്ടർ ഇസാക്, ഡെജാൻ കുലസെവ്സ്കി എന്നിവർ ഉണ്ടായിട്ടും സ്വീഡൻ ഈ ടൂർണമെന്റിനായിട്ട് ക്വാളിഫൈ ആയില്ല. റിയൽ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ഗോൾ കീപ്പറായ തീബോ കൂർത്തുവായും ഈ ടൂർണമെന്റിൽ ഉണ്ടാവില്ല. ഒരു വശത്ത് ഇഞ്ചുറീസും മറുവശത്ത് ബെൽജിയം കോച്ചായ ഡൊമിനിക്കോ ടെഡസ്കോവുമായിട്ടുള്ള തർക്കങ്ങളാകാം ഒരു കാരണം. 3 തവണ യൂറോ ജേതാവായ ജർമ്മനിക്ക് 2014 ഫിഫ വേൾഡ് കപ്പിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. സ്വന്തം രാജ്യത്തും സ്വന്തം ഫാൻസിന്റെ മുമ്പിൽ നടക്കുന്ന ഈ ടൂർണമെന്റിൽ ജൂലിയൻ നാഗൽസ്മന്റെയും ജർമ്മനിയുടെയും ഭാഗ്യം മെച്ചപ്പെടുമോ? യൂറോ 2024 സ്കോർസും വിവരങ്ങളും എല്ലാം അറിയാൻ സ്പോർട്സ് സ്റ്റാറിന്റെ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക.